ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ പോകുന്നത് കുഞ്ഞൊരു ട്രിപ്പാണ് കേട്ടോ. ഓൺ ദ സ്പോട്ട് ഇട്ടൊരു പ്ലാനിങ് ആയിരുന്നു എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചിട്ട്. അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്നത് തേക്കടിയിലേക്കാണ് പോകുന്നത്. സോ ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ രഞ്ജിച്ചേട്ടനുണ്ട്, പ്രസീതയുണ്ട്, അതേപോലെ തന്നെ അമ്പോറ്റിയുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇന്ന് പോകുന്നത്. അപ്പം എന്താ പറയുക, പോകുന്ന വഴിക്കതാ നല്ല മഴയും അതേപോലെ തന്നെ നല്ല കോടമഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് എന്താ പറയുക, കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ എന്താ പറയുക ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവസാനം തേക്കടി എത്തി. എന്താ പറയുക, നമ്മൾ താമസിച്ചിരുന്ന റിസോർട്ടിൻ്റെ പേര് ട്രീ ടോപ്പ് ആയിരുന്നു കേട്ടോ. അപ്പം അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഇതേപോലെ സൈഡിലൊക്കെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറേ ടൂറിസ്റ്റിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, ബട്ട് സ്റ്റിൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മളുടെ റിസോർട്ട് ഇതാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു റിസോർട്ടായിരുന്നു. അതേപോലെ തന്നെ ചേട്ടായുടെ ഫ്രണ്ട് ആയിരുന്നു കേട്ടോ ഇത് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി റിസോർട്ടാണ്, ഒന്നും പറയാനില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂം ടൂറോ അല്ലെങ്കിൽ റിസോർട്ട് ടൂറോ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൺ ദി സ്പോട്ട് ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചൊന്നുമില്ലായിരുന്നു കേട്ടോ. കുഞ്ഞു കുറേ ക്ലിപ്സ് എടുത്ത് വെച്ചു. അതെല്ലാം കൂടെ ഞാനൊന്ന് ആഡ് ചെയ്തിട്ടൊരു വീഡിയോ എടുക്കുന്നതാണേ. അപ്പം എന്താ പറയുക, റിസോർട്ടിലെത്തി നല്ലൊരു വെൽക്കമിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നെഗറ്റീവ് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അവിടെങ്ങും. എന്താ പറയുക, അതേപോലെ റൂംസൊക്കെ ആയിരുന്നെങ്കിലും നല്ല അടിപൊളി റൂംസായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡാണെങ്കിൽ പോലും നൈറ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം എന്താ പറയുക, അവിടെ കഫറ്റീരിയയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും എല്ലാവരും, അവിടുത്തെ ജോലിക്കാരെല്ലാവരും നല്ല അടിപൊളിയാണ്. അതേപോലെ ഇത് മോർണിംഗിൽ നമ്മുടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് അമ്പൂറ്റി കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ജസ്റ്റ് എന്താ പറയുക, ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി റിസോർട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിരുന്നു. പൂളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പൂളിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല, പിന്നെ കുഴപ്പമില്ല. അതിനുശേഷം അവർക്ക് അവിടെ ഒരു കുഞ്ഞൊരു പാർക്കുണ്ട്, കുഞ്ഞൊരു ഫാമുണ്ട്. അവിടെ ഇങ്ങനെ അരയന്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെയൊക്കെ ഞങ്ങൾ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആങ്ങളെയും പെങ്ങളും കൂടെ നടന്നു വരുന്നു. അങ്ങനെ കണ്ടില്ലേ എന്ത് രസമാണെന്നറിയാം അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഫുൾ എപ്പോഴും പച്ചപ്പും കാര്യങ്ങളും, പുറകിലിങ്ങനെ എപ്പോഴും കോടമഞ്ചും കാര്യങ്ങളിങ്ങനെ പോകുന്നതൊക്കെ കാണാം. അങ്ങനെ കുഞ്ഞു പിള്ളേരെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ നല്ല സ്ഥലങ്ങളും പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അവിടെ വേറെ ആരും ഇല്ലാത്ത കാരണം ഞങ്ങൾ കൊച്ചു പിള്ളേരായി എന്ത് ചെയ്യാന്ന് പറ. അങ്ങനെ ഞങ്ങളിങ്ങനെ അവിടെയൊക്കെ എൻജോയ് ചെയ്തൊക്കെ നടക്കുമായിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി എന്താ പറയുക, എല്ലായിടത്തും ഞങ്ങൾ ഇനിയിപ്പോൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞൊരു കാര്യത്തിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. അമ്പൂറ്റി റെഡി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. പോകാൻ ഇറങ്ങിയപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. ഭാര്യ ഭർത്താവിനെ ഓർക്കുന്നു, ഭർത്താവ് ഭാര്യ ഓർക്കുന്നു, എന്തൊക്കെയോ വിറ്റായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ എന്താ പറയുക ടൈഗർ റിസർവ് ഒക്കെ പോയി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് എന്താ പറയുക തമിഴ്നാട് ആ ഒരു സൈഡിലേക്കും പോയിട്ടുണ്ടായിരുന്നു. കുറേ എന്താ പറയുക വളവും തെരിവും കുറേ കുരങ്ങന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞൊരു കണ്ടോ കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പം. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്പോട്ടിലെത്തി. ഇത് ഈരാട്ടുപേട്ടക്കാരൻ്റെ കട എന്നും പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പായിരുന്നു കേട്ടോ. എന്താ പറയുക, എന്തെല്ലാം ഉപ്പിലിട്ട സാധനങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട്. എന്താണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി. ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മുടെ പൈനാപ്പിൾ, മാംഗോ, അതേപോലെ മാംഗോ ഒക്കെ പല വെറൈറ്റിയിലുള്ള കാര്യങ്ങൾ, അതേപോലെ വാഴപ്പിണ്ടി, കുറേ നെല്ലിക്ക, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് അവിടെ ഞങ്ങൾ പർച്ചേസും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ എല്ലാം ഞങ്ങൾ ഡ്രൈവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങി ഒരുപാട് എക്സ്പ്ലോറിങ്ങിനൊന്നും ഞങ്ങൾ ഇറങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ജസ്റ്റ് ഞങ്ങളൊരു എന്താ പറയുക ജസ്റ്റ് ഒരു കുഞ്ഞൊരു ട്രിപ്പ് എന്നുള്ളൊരു ഇതിൽ പോയതായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, പിന്നെ ഇപ്പം ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആണല്ലോ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മടിയായിരുന്നു വെളിയിലൊക്കെ ഇറങ്ങാനൊക്കെ. പിന്നെ ജസ്റ്റ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അതിന് ശേഷം ഒരു 3-3:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ പരുന്തുംപാറയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെയും ഞങ്ങൾ കുറച്ചൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെയും കുറച്ചൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സ്ഥലമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ പോകുന്നത്. ഇതിനു മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഓപ്പൺ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കായിരുന്നു അവിടെ. അങ്ങനെ അവിടുന്ന് അടിപൊളി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതാ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് ട്രിപ്പും ഈ ഒരു വ്ളോഗും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.